Hi guys! ബീട്രൂട്ട് ജ്യൂസ് ഉപയോഗിച്ചിട്ട് നമ്മൾ കുറച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ടും അതുപോലെ പാടും കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ സ്ക്രബ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബാത്ത് പൗഡർ, ഫേസ് ക്രീമോ, ഫേസ് ജെല്ല്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല റിസൾട്ടും ഫീഡ്ബാക്കൊക്കെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ അതേ ബീട്രൂട്ട് ജ്യൂസ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഒരു കാര്യം ചെയ്തെടുക്കാൻ പോകുന്നത്. സൂപ്പർ റിസൾട്ട് തരുന്ന സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ടുള്ള അടിപൊളി ഒരു ഫേസ് പാക്കാണ്. വ്യത്യസ്തമായിട്ടുള്ള രീതിക്കാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, വെറൈറ്റി. അത് തന്നെ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫേസ് പാക്കിൻ്റെ റെമഡിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റെമഡിക്ക് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ബീട്രൂട്ട് ജ്യൂസാണ്. ഒരു ബീട്രൂട്ട് മതിയാകും. ഒരു ബീട്രൂട്ട് എടുത്ത് നന്നായിട്ട് കഴുകി അതിൻ്റെ തോല് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആയതിനു ശേഷം നമ്മളത് ഗ്രേറ്റ് ചെയ്തിട്ട് മിക്സി ബൗളിനകത്തിട്ട് അടിച്ച് ജ്യൂസാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. പിന്നെ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കോൺഫ്ലോറാണ്, ചോളപ്പൊടി കേട്ടോ, ചോളമാവാണ് ചേർത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് കാണിച്ചു തരാം. ചിലർ ചോദിക്കാറുണ്ട് കോൺ സ്റ്റാർച്ച് ആണോ കോൺഫ്ലോർ ആണോ എന്നൊക്കെ. അപ്പോൾ കോൺഫ്ലോറാണ്, ചോളപ്പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ, ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഫേസിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ പറയും ഇത് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ചെയ്യാൻ പോകില്ല. ഞങ്ങൾക്കിത് അറിയാമെന്നുള്ളത് കേട്ടോ. അതൊന്നല്ല ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് മനസ്സിലാക്കിക്കോളൂ. അപ്പോൾ ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ചോളപ്പൊടിയിലേക്ക് നമ്മളുടെ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. 2 ടീസ്പൂൺ ചോളപ്പൊടിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, കോൺഫ്ലോർ. അപ്പോൾ അതിനകത്തേക്ക് ഈക്വലായിട്ട് തന്നെ 2 ടീസ്പൂൺ ബീട്രൂട്ട് ജ്യൂസും ചേർക്കുന്നുണ്ട്. ഞാൻ പിന്നീടും ഈ ഒരു ജ്യൂസ് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ തൽക്കാലം 2 ടീസ്പൂൺ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കുകയാണ്. മിക്സ് ആക്കുമ്പോൾ ഇച്ചിരി പാടാണ്. അത് നന്നായിട്ടൊന്ന് പതുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് 2 കാര്യങ്ങൾ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരെണ്ണം ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ നോ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക്, അതപ്പോൾ നിങ്ങൾക്ക് അറിയാം, നിങ്ങളിത് നേരത്തെ ഉപയോഗിച്ച വ്യക്തിയാണെങ്കിൽ ഇത് മിക്സ് ആക്കുമ്പോൾ അതിൻ്റെ ആ ഒരു പെട്ടെന്നൊന്നും മിക്സ് ആവാണ്ട് ഭയങ്കര തിക്കായിട്ട് ഇത് നമ്മൾ സ്പൂണിൽ നിന്ന് എടുക്കുമ്പോൾ കൊഴിഞ്ഞു പോകും. അതായത് ഒരു വാട്ടറി ആയിട്ടോ, ഒരു ലിക്വിഡ് ടൈപ്പായിട്ട് വെള്ളം പോലെ ഇങ്ങനെ ഒഴുകിയിരിക്കും. നമ്മളൊരു പ്രത്യേകം സമ്മർദ്ദം കൊടുക്കണേ, ഒരു പ്രഷർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം നല്ല കട്ടിയിലിരിക്കും, നല്ല ഗരാവസ്ഥയിലിരിക്കും. അതിൻ്റെ ഒരു ടെക്സ്ചർ തന്നെ അങ്ങനെയാണ് കേട്ടോ, ഒരു കോൺ സ്റ്റാർച്ച് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സ് ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാൻ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ വേണ്ട, ഒട്ടും നിർബന്ധമില്ല കേട്ടോ. മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞളുടെ ആ ഒരു ചെറിയൊരു ടിൻറ്റ് നമ്മുടെ ഫേസിലുണ്ടാവും. അപ്പോൾ അത് ഇഷ്ടമില്ലാത്തവർ അത് ഉപയോഗിക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനിവിടെ അത് ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നീട് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ തൈര് നമ്മൾ ടവലിൽ പിഴിഞ്ഞ് എടുത്ത് വെച്ചേക്കാണ് കേട്ടോ. ഞാൻ 1-2 വീഡിയോ ചെയ്യുന്ന സമയത്ത് ഈ ഒരു തൈരിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയെന്നും പറഞ്ഞിട്ട് ഒത്തിരി പേര് നമുക്ക് കമൻറ്റും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ ഒരു തൈര് ഈ രീതിക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ, അതായത് നമുക്ക് സാധാരണ ഇതിനകത്തേക്ക് ഇപ്പോൾ തൈര് പറയുമ്പോൾ എത്ര തന്നെ ചേർക്കാൻ പറ്റും, ഒരു ഫേസിലേക്കും കയ്യിലേക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ പറയുമ്പോൾ നമുക്ക് ഏകദേശം 1 ടീസ്പൂണൊക്കെ തന്നെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ഒരു മെത്തേഡ് ചെയ്യുമ്പോൾ നമുക്ക് 2, 3, 4 ടീസ്പൂണോളം തൈര് ഉപയോഗിച്ചിട്ട് പിഴിഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു ഈ കാണുന്ന ഈ ഒരു ടെക്സ്ചർ, അതായത് ഒരു ക്രീമി ടെക്സ്ചറിൽ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ രീതിക്ക് എടുക്കുമ്പോൾ നമുക്ക് ആ തൈരിൻ്റെ ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ഫേസിലേക്ക് കിട്ടും. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് തൈര് സൂട്ടാണെങ്കിൽ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ട് വേണം തൈര് എടുക്കാനായിട്ട്. ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് തൈര് യോജിക്കുന്നില്ല, സ്കിന്നിലേക്ക് പറ്റുന്നില്ല, ചേരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പാൽ ഉപയോഗിക്കാം. ഓക്കെ, റോ മിൽക്ക്, പച്ച പാൽ ഉപയോഗിക്കാം. ആ പാൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ക്രീം ഏത് പരുവത്തിലാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ പാൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ തൈര് ഉപയോഗിക്കാതെ പാൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി വാട്ടറി ആയിട്ട് തന്നെ, ലിക്വിഡ് ടൈപ്പായിട്ട് തന്നെ നമുക്ക് ഒരു ഫേസ് പാക്ക് കിട്ടും കേട്ടോ. ഞാൻ ഈ കാണിക്കാൻ പോകുന്ന വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് കട്ടിയിൽ കിട്ടത്തില്ല. അത് നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. കാരണം ഈ ഒരു ക്രീം ടെക്സ്ചറിലായിട്ടാണ് ഈ ഒരു തൈര് ചേർക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക് ക്രീമി ആയിട്ട് കിട്ടുന്നത്. ചേരുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇതിനകത്തേക്ക് പാൽ ഒഴിച്ചിട്ട് വാട്ടറി ആയിട്ട് എടുത്തതിന് ശേഷം നമുക്കത് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഈ ഒരു തൈര് ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് വരികയാണ്. നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കുക. പിന്നീട് ഇതിനകത്തേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ബീട്രൂട്ട് ജ്യൂസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഒത്തിരി അങ്ങ് ബീട്രൂട്ട് ജ്യൂസ് ആഡ് ചെയ്യാതെ അല്പമായിട്ട് അങ്ങ് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അത് കണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ക്രീം ടെക്സ്ചറിലാണ് നമുക്ക് കിട്ടുന്നത്. കാരണം തൈര് ഈ രീതിക്ക് ചേർത്തുകൊണ്ട് മാത്രമേ ഇതിങ്ങനെ കിട്ടത്തുള്ളൂ, അല്ലാത്ത പക്ഷേ നിങ്ങൾക്കിത് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പാൽ ചേർത്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വാട്ടറി ആയിട്ട് തന്നെ ഇരിക്കും. അതുകൊണ്ട് ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അത് തന്നെ നിങ്ങൾക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇത് നമുക്ക് നമ്മുടെ ഫേസിലും കഴുത്തിലും കയ്യിലും കാലിലൊക്കെ നമുക്കിത് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത് മാക്സിമം ഇതൊരു 20-25 മിനിറ്റെങ്കിലും വെക്കാനായിട്ട് നോക്കുക. കാരണം ആ ഒരു 20-25 മിനിറ്റ് ആകുമ്പോൾ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടും കേട്ടോ. നമ്മുടെ ഈ ഒരു കൂട്ട് കോൺസ്റ്റാർച്ച് ആഡ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കടലമാവോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയൊക്കെ ഉപയോഗിക്കുന്ന അത്രയും തന്നെ ഒരുപാട് നേരത്തേക്ക് വെക്കേണ്ട കാര്യമില്ല. പെട്ടെന്ന് തന്നെ അത് ഡ്രൈ ആയിക്കോളും.
ഡ്രൈ ആയതിനു ശേഷം നമ്മളത് ഡയറക്റ്റായിട്ട് അങ്ങ് കഴുകാതെ അല്പമായി വെള്ളം ഉപയോഗിച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മസാജ് കൊടുത്തതിന് ശേഷം വേണം കഴുകിയെടുക്കാനായിട്ട്. അപ്പോൾ ഗൈസ്, ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്ന ഈ ഒരു പാക്ക് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് വെള്ളം തൊട്ടിട്ട് മസാജ് ചെയ്ത് കൊടുത്ത് കഴുകിയെടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ കഴുകുന്ന സമയത്ത് നമ്മളിതിനകത്ത് മഞ്ഞൾ ചേർത്തുള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ, ഇതിപ്പോൾ ഞാൻ കിച്ചണിൽ നിന്നിട്ടാണ് ചെയ്യുന്നത്, കിച്ചണിൻ്റെ ആ ഒരു ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ എനിക്കിത് എത്രമാത്രം എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളതെന്ന് എനിക്ക് കാണിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാനിത് നമ്മുടെ നോർമൽ ലൈറ്റിൽ, അതായത് സൂര്യൻ്റെ ആ ഒരു വെളിച്ചത്തിൽ കൊണ്ടുപോയിട്ട് ഞാൻ കാണിച്ചു തരാം എത്രമാത്രം നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടിയെന്നുള്ളത്. നമുക്കിത് ഇൻസ്റ്റൻറ്റ് റിസൾട്ടാണ്. നമ്മളിത് ആദ്യ യൂസിൽ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് നിങ്ങളുടെ മുഖത്ത് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങളിത് ഒരു തവണ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയെന്നും പറഞ്ഞ് ആരും ഇത് നിർത്തരുത് കേട്ടോ. നിങ്ങളിത് ആഴ്ചയിൽ റൊട്ടീൻ പോലെ ആഴ്ചയിൽ 2 അല്ലെങ്കിൽ 3 തവണ വീതം ഇത് ചെയ്തു വരിക. അതും ഒന്ന് ഇടവിട്ട ദിവസങ്ങളിൽ വേണം ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഇത് ഉപയോഗിച്ച് മുഖം കഴുകിച്ച് വരുന്ന സമയത്ത് ഫേസ് മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ നോർമൽ അലോവേര ജെൽ ഇത് ഉറപ്പായിട്ട് നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഞാനിത് കഴുകിയതിന് ശേഷം നമ്മുടെ നോർമൽ വെളിച്ചത്തിൽ നമ്മുടെ സൂര്യപ്രകാശത്തിൻ്റെ ചോട്ടിൽ വെച്ചിട്ടൊന്ന് കഴുകി കാണിച്ചു തരാം കേട്ടോ. നല്ല റിസൾട്ടാണ്. അപ്പോൾ ഗൈസ്, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ മെത്തേഡിൽ നിങ്ങളിത് ഉണ്ടാക്കി ഉപയോഗിച്ചിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനിയും പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.